നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 1000 റിയാൽ ഇൻസെന്റീവ്, സൗജന്യ ഇൻസ്റ്റലേഷൻ, പഴയ എസിയോട് വിട പറയാൻ ആനുകൂല്യങ്ങളുമായി സൗദി. അബുദാബിയിൽ 6 മാസത്തിനിടെ പുതിയ 90 AI കമ്പനികൾ. എയർ ഇന്ത്യ എക്സ്പ്രസ് റിയാദ് തിരുവനന്തപുരം സർവീസ് ആരംഭിച്ചു. വിനോദസഞ്ചാരികളെ ആകർഷിച്ച് ബീച്ച് താഴ്വരയിലെ പച്ചപ്പും അരുവികളും. നിയോം വിമാനത്താവളത്തിൽ സ്മാർട്ട് ഗേറ്റ്സ് പദ്ധതി ആരംഭിച്ച് ആഭ്യന്തര മന്ത്രാലയം. പുത്തൻ കാഴ്ചകളുമായി സഫാരി പാർക്ക് ഒക്ടോബർ 1 മുതൽ. രാജ്യാന്തര ബോഡി ഫിറ്റ്നസ് മത്സരം, ദുബായിലെ പ്രവാസി മലയാളിക്ക് 2ാം സ്ഥാനം. 1000 റിയാൽ ഇൻസെന്റീവ്, സൗജന്യ ഇൻസ്റ്റലേഷൻ, പഴയ എസിയോട് വിട പറയാൻ ആനുകൂല്യങ്ങളുമായി സൗദി. പഴയതരം വിൻഡോ എസികൾക്ക് വിട നൽകി ഊർജ്ജക്ഷമതയുള്ള പുത്തൻ തലമുറ എസികളിലേക്ക് മാറുകയാണ് സൗദി. വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. സൗദി എനർജി എഫിഷ്യൻസി സെന്ററാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ഈ പദ്ധതിയിൽ പങ്കെടുക്കുന്നവർക്ക് പഴയ എസി മാറ്റിസ്ഥാപിക്കുന്നതിന് സൗജന്യ സേവനം ലഭിക്കുന്നതിനൊപ്പം പുതിയ എസിക്ക് 1000 റിയാൽ ഇൻസെന്റീവ് തുകയും നൽകുന്നു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. അബുദാബിയിൽ 6 മാസത്തിനിടെ പുതിയ 90 AI കമ്പനികൾ. നിർമ്മിത ബുദ്ധി സംരംഭങ്ങൾക്ക് അബുദാബിയിൽ വൻ വളർച്ച. 2 ദിവസത്തിനിടെ ഒരു AI കമ്പനി സ്ഥാപിക്കപ്പെടുന്നെന്നാണ് അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ റിപ്പോർട്ട്. ഈ വർഷം ആദ്യം 6 മാസത്തിനിടെ 90 AI കമ്പനികൾ പുതുതായി സ്ഥാപിച്ചു. മുൻ വർഷത്തേക്കാൾ 41.3% വർധന. നിർമ്മിത ബുദ്ധിയുടെ ആഗോള കേന്ദ്രമാകാനുള്ള അബുദാബിയുടെ പ്രതിബദ്ധതയ്ക്ക് അടിവരയിടുന്നതാണ് ഈ നേട്ടം. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. എയർ ഇന്ത്യ എക്സ്പ്രസ് റിയാദ് തിരുവനന്തപുരം സർവീസ് ആരംഭിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് റിയാദിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിച്ചു. റിയാദിലെ പ്രവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യം പരിഗണിച്ചാണിത്. നിലവിൽ ദമാം, ജിദ്ദ വഴിയോ ഇതര രാജ്യങ്ങൾ വഴിയോ കണക്ഷൻ വിമാനങ്ങളിലാണ് റിയാദിലുള്ളവർ യാത്ര ചെയ്തിരുന്നത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. വിനോദസഞ്ചാരികളെ ആകർഷിച്ച് ബീച്ച് താഴ്വരയിലെ പച്ചപ്പും അരുവികളും. സൗദി അറേബ്യയിലെ ജിസാൻ മേഖലയിലെ ബീച്ച് ഗവർണറെ ശരത്കാലത്തിൽ പ്രകൃതിയുടെ ഒരു അത്ഭുത ലോകമായി മാറുന്നു. പ്രസിദ്ധമായ ബീച്ച് താഴ്വരയിലെ പച്ചപ്പും ഒഴുകുന്ന അരുവികളും പ്രകൃതി സ്നേഹികളെയും വിനോദസഞ്ചാരികളെയും ആകർഷിക്കുകയാണ്. ബീച്ച് താഴ്വരയിലെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും വെള്ളവും ഫോട്ടോഗ്രാഫർമാരെയും പ്രകൃതി സ്നേഹികളെയും ഒരുപോലെ ആകർഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ജിസാൻ. നിയോം വിമാനത്താവളത്തിൽ സ്മാർട്ട് ഗേറ്റ്സ് പദ്ധതി ആരംഭിച്ച് ആഭ്യന്തര മന്ത്രാലയം. ആഭ്യന്തര മന്ത്രാലയം നിയോം വിമാനത്താവളത്തിൽ സ്മാർട്ട് ഗേറ്റ് പദ്ധതി ആരംഭിച്ചു. ലോഞ്ചിംഗ് ചടങ്ങിൽ സാങ്കേതിക കാര്യ ആഭ്യന്തര സഹമന്ത്രി ഡോക്ടർ ബന്ദർ ബിൻ അബ്ദുള്ള പങ്കെടുത്തു. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട്, സൗദി ഡേറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റി, നിയോം എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, നിയോം. പുത്തൻ കാഴ്ചകളുമായി സഫാരി പാർക്ക് ഒക്ടോബർ 1 മുതൽ. മധ്യപൂർവ്വ ദേശത്തിന് പുത്തൻ കാഴ്ചകൾ ഒരുക്കി ദുബായ് സഫാരി പാർക്കിന്റെ പുതിയ സീസൺ ഒക്ടോബർ 1 തുടങ്ങും. അൽവർക്ക 5 വെള്ളച്ചാട്ടങ്ങളും കുന്നുകളും കാടും ഉൾപ്പെടെ മൃഗങ്ങൾക്കുള്ള ആവാസ വ്യവസ്ഥ ഒരുക്കിയിട്ടുണ്ട്. സഫാരി പാർക്കിൽ 70 ഇനം സസ്തനികൾ, 50 ഇനം മൃഗങ്ങൾ, 111 ഇനം പക്ഷികൾ എന്നിങ്ങനെ 3000-ലേറെ ഇനങ്ങൾക്ക് സൗകര്യമൊരുക്കും. ഗൈഡിന്റെ സഹായത്തോടെ ഇഷ്ടമൃഗങ്ങളെ അടുത്തറിയാം. മൃഗങ്ങളെ താലോലിക്കാനും തീറ്റയെടുക്കാനും ഫോട്ടോ എടുക്കാനും അവസരമുണ്ട്. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. ഓൺലൈനായാണ് ബുക്കിംഗ്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്, ദുബായ്. രാജ്യാന്തര ബോഡി ഫിറ്റ്നസ് മത്സരം, ദുബായിലെ പ്രവാസി മലയാളിക്ക് 2ാം സ്ഥാനം. ഇന്റർനാഷണൽ ഫിറ്റ്നസ് ബോഡി ബിൽഡ് ഫെഡറേഷൻ അർമേനിയയിൽ നടത്തിയ രാജ്യാന്തര ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ ദുബായിൽ നിന്നുള്ള കാസർഗോഡ് സ്വദേശി അഫ്രാസ് മരവയിൽ 2ാം സ്ഥാനം നേടി. ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയായ വോളോഗോങ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം പഠനം പൂർത്തിയാക്കിയ ഈ യുവാവ് യുഎയിലെ വിവിധ ദേശീയ രാജ്യാന്തര ബോഡി ഫിറ്റ്നസ് മത്സരങ്ങളിൽ പങ്കെടുത്ത് ഒട്ടേറെ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.